ഹലോ ഗെയ്സ്, എല്ലാവരും റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ലൊരു അടിപൊളി മുരിങ്ങയും പൂളയും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ പൊന്നാര മാർക്കക്കല്ലുകളെ, എൻ്റെ ചങ്കുകളെ, എല്ലാവരും മുരിങ്ങയും പൂളിയും കഴിക്കാൻ വരും. ഉച്ചക്കലത്തെ സ്പെഷ്യലാണ് ഈ കറി. അപ്പോൾ ഇത് വെക്കാൻ പോവുകയാണ്. അടുപ്പത്തേക്ക് വെച്ചിട്ടില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിടാൻ പോവുകയാണ്. ചങ്കുകളെ, എല്ലാവരും ഇത് കണ്ട് പിന്നെ അടിപൊളിയാണ്. ഈ മുരിങ്ങയും പൂളയും കൂട്ടിയിട്ട് കറി വെച്ച അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കൂട്ടി ചോറ് കഴിക്കാനും ഇത് വെറുതെ കഴിക്കാനും നല്ല ചീരമുളക് കാന്താരിമുളക് കണ്ടെങ്കിൽ കടിച്ച് കൂട്ടിയാൽ നല്ല അടിപൊളിയാണ്. കാന്താരിമുളക് ഇവിടെ ഇല്ല, അരക്കെ എവിടെയും മേടിക്കണം. നല്ലോണം കടിച്ച് കണ്ട് കൂട്ടി ചോറ് കഴിച്ചാണ്ടല്ലോ പൊന്നാരൻ്റെ മാണിക്കക്കല്ലുകളെ. ഇതിൻ്റെ ഒരു രസം വേറെ ഒരു ലെവലാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നന്നായിക്കൊണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം. അപ്പോൾ ഓക്കെ, ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. പിന്നെ പൂള ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതാ പൂളക്കേക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഇതിൽ നമ്മളിത് പൂളക്കേക്ക് വാങ്ങിയിട്ട് നുറുക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പോൾ നമ്മൾ അപ്പളം എടുത്ത് വെച്ച പൂളക്കേക്കിൻ്റെ മാതിരി നല്ല രസം ഉണ്ടാകും. നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങി കൊടുക്കുന്ന പൂളക്കേക്കിൻ്റെ മാതിരി ഉണ്ട്. അപ്പോൾ എത്ര കാലം വാങ്ങി അങ്ങനെ ഫ്രീസറിലിരിക്കും. അപ്പോഴേക്കും ഞാൻ ഇത് മുരിങ്ങ ഇടാൻ പോവുകയാണ്. ഞാൻ മുരിങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നല്ല തിളച്ചിട്ടുണ്ട്. ഞാൻ മുരിങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ പൊന്നാര മാണിക്കക്കല്ലുകൾ അതേപോലെ ഒന്ന് വെച്ച് നോക്കാതെ ആ മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ മുരിങ്ങിട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് താത്തി കൊടുക്കണം. അതാണ് എൻ്റെ ആ മുരിങ്ങ കവടി വഴി കൊടുക്കാതെ കിട്ടും. ആ മുരിങ്ങ ഏകദേശം നമ്മൾ സെറ്റായി വരുന്നത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇതേപോലെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മുരിങ്ങയും പുളിയും ഒന്ന് വെച്ചാൽ റെസിപ്പി ഒന്ന് കാണിച്ചു തരാൻ. അപ്പോൾ അതുകൊണ്ടാണ് മുരിങ്ങയും പുളിയും വെക്കുന്നത്. എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. മക്കൾക്കും ഭർത്താവിനും എല്ലാവർക്കും ഇഷ്ടമാണ് മുരിങ്ങയും പുളിയും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇറച്ചി മീനും പിന്നെ അരച്ച കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു ഇതല്ലേ. അപ്പോൾ എപ്പോഴേലൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അടിപൊളിയാണ്. ഇതാ മുരിങ്ങയൊക്കെ സെറ്റായി വിരലെടുത്തിക്കണം. അതിലങ്ങനെ പിടിച്ച് ആ പൂളക്കയങ്ങളൊക്കെ പിടിച്ച് അടിപൊളി ആയിക്കണം. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക ചട്ടി വെച്ചിട്ടുണ്ട്. എനിക്കത് ചെറിയ ഉള്ളി മുറുക്കി ഇട്ടിട്ടുണ്ട്. അന്ന് ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ്. എനിക്കത് വെളിച്ചെണ്ണ പാർന്നെടുക്കുന്നുണ്ട്. മലമക്കൾ വെളിച്ചെണ്ണ പാർന്നെടുത്ത് തൂമിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അതൊന്ന് മൂത്ത് വെക്കാം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളത് മുരിങ്ങയും പൂളയൊക്കെ പാർന്ന് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ എടുക്കട്ടെ. ഇനിയിപ്പോൾ അത് മതി. നൂലിപ്പുട്ടൊക്കെ പഞ്ചാരയിലേക്ക് ഇങ്ങനെ നൂല് പോലെ ആപ്പാൻ രസം. മൂത്ത് വരട്ടെ. നല്ല ഉള്ളിയുടെ മണമൊക്കെ ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കണം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് പാർന്ന് കൊടുക്കാം. മൂത്ത് വെക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പൊട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മണത്തിനാണ്. ഇത്ര മതി. മൂത്ത് വെച്ച എന്നിട്ട് നമ്മളതിലേക്ക് പാർന്ന് കൊടുക്കാൻ പോവുകയാണ്. പാർന്ന് കൊടുക്കാൻ പോകാണ്ട് പാർന്ന് കൊടുക്കുക. അടിപൊളി മുരിങ്ങ തൂമിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതാണ് ലെവലായി. ഞാനിതേപോലെ നല്ലൊരു തേങ്ങാ ചമ്മന്തി, അടിപൊളി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്കത് എണ്ണ പാർന്നെടുക്കുകയാണ്. എണ്ണ പാർന്നെടുത്തിട്ടുണ്ട്. എണ്ണ പാർന്നെടുക്കണം. അതിലേക്ക് ഞാൻ മുളക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു 8 മുളകുണ്ട്. 8 മുളകും ഉണക്കമുളകുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി കൊടുക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി കൊടുക്കാൻ പോവുകയാണ്. നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഞാൻ അരക്കാൻ പോകുന്നത്. അതിലേക്ക് ചെമ്മീൻ പൊടി കൂട്ടുന്നത്. പുളിങ്ങ കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലവണ്ണം വറുത്ത് നല്ലൊരു അടിപൊളി തേങ്ങാ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ നല്ല രസമുള്ള തേങ്ങാ ചമ്മന്തി ആയിരിക്കും. ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നോക്കിയത് തേങ്ങാ ചമ്മന്തി. തേങ്ങയും ചെമ്മീനും വെളുത്തുള്ളി ചുവന്നുള്ളി
ഉണക്കമുളകും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പറ്റുക. കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഈ സമ്മന്തിക്കും നമ്മൾ ചോറിലൂടെ ഒന്ന് കൂട്ടി കഴിച്ചു നോക്കുക. രണ്ടര വേപ്പിൻ്റെ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെയാണ് വേണ്ടുള്ളൂ, അത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ലേസം വെളുത്തുള്ളി ചെമ്മീൻ്റെ ചെമ്മീൻ സമ്മന്തി, തേങ്ങ സമ്മന്തി. ചെമ്മീൻ ഇല്ലാതെ കൂട്ടാം, അരക്കാം. ചെമ്മീൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. നിങ്ങളെ കയ്യിൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ കൂട്ടിക്കോളി. ഇതേപോലെ സമ്മന്തി അരച്ചൊന്ന് കൂട്ടിക്കോളി. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. ഇങ്ങനെയാണ് തേങ്ങ സമ്മന്തി ഞങ്ങളൊക്കെ ഉണ്ടാക്കൽ. ഇത് കൂട്ടാതി ഉണ്ടാക്കും, ഇത് കൂട്ടിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ആ ചെമ്മീൻ്റെ ഒരു മണോ ഒക്കെ കിട്ടുമ്പോൾ അടിപൊളിയാണ്, ടേസ്റ്റാണ്. ആ മുളകൊക്കെ മൂത്ത്, ആ ചെമ്മീനായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങ ഏകദേശം ലെവലായി വരുന്നുണ്ട്. ഒന്നും കിട്ട് മൂത്താൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റായിട്ടില്ലേ? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത്രക്കും ടേസ്റ്റാണ് ഈ സമ്മന്തിക്ക്. തേങ്ങ ഇല്ലാത്ത സമ്മന്തി ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന് തേങ്ങ സമ്മന്തിയാണ് അരക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങ സമ്മന്തി ഇങ്ങനെ അരച്ചാൽ. ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാനൊക്കെ കുറച്ച് കമ്മിയാണ്. അപ്പോഴാണ് ഇത് ഇങ്ങനെ സമ്മന്തി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് നല്ലൊരു മുരിങ്ങയും പൂളയൊക്കെ നല്ലൊരു ഉണക്കമാണെന്ന് പൊരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ലെവലായി വരട്ടെ. ഇങ്ങനെയുണ്ട് ഇതാക്കി കഴിഞ്ഞാലേ നമ്മളെ സമ്മന്തിക്ക് അടിപൊളി ടേസ്റ്റാണ് മക്കളെ, വേറെ ഒന്നുമില്ല. മൂത്ത് വന്നിട്ട് എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ചെമ്മീനും എല്ലാതും മൂത്ത് വന്ന് ലെവലായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. ഞാൻ അരച്ച് വരട്ടെ. ഒന്ന് ആറി വരണം. അപ്പോഴൊക്കെ ഞാൻ ഉണക്കമാന്തൽ ശരിയാക്കട്ടെ. ഗൈസ് ഇതാ ഞാൻ നല്ലൊരു ഉണക്കമാന്തൽ പൊരിക്കാൻ പോവുകയാണ്. അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കുഴച്ചിട്ട് ഞാൻ പൊരിക്കാൻ പോവുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. നല്ല അടിപൊളി ഉണക്കമീനും തേങ്ങാ സമ്മന്തി മുരിങ്ങയും പുളി കറിയാണ്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ പാർന്ന് വെക്കുകയാണ്. ഗ്യാസ് ആക്കിയിട്ട് വെളിച്ചെണ്ണ പാർന്ന് വെക്കുക. വെള്ളം ഒന്ന് വറ്റി വരട്ടെ. വെള്ളം വറ്റി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ പാർന്ന് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും വരും ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ. ഇപ്പോൾ നേരത്തെ മോന് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതൊക്കെ ഒരുക്കുന്നത്. ഓൻ പോകാനായി അപ്പുറത്തൊള്ളിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ചട്ടി ഏകദേശം ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് എണ്ണ പാരാൻ പോകുന്നത്. വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ടാകുന്ന ചുറ്റിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ മീൻ പരത്തി കൊടുക്കും. മാന്തൽ നല്ല മാന്തൽ അടിപൊളി മാന്തളാണ്. അതിലേക്ക് പരത്തി കൊടുക്കുകയാണ്. നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ എന്താണ് ഇവിടുത്തെ സ്പെഷ്യലെന്ന് ചോദിച്ചിട്ടാലും വരുന്നത് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. എന്നാലും വാങ്ങിക്കഴിഞ്ഞാലേ ഇതൊക്കെ ഈ ഉണക്കമീനോട് എനിക്ക് വലിയ താല്പര്യമാണ്. ഉണക്കമീൻ പച്ചമീനൊക്കെ താല്പര്യമില്ല, എന്നാലും കൂട്ടും. പക്ഷെ ഉണക്കമീനാണെങ്കിൽ എനിക്ക് ഒരു കറി ഇല്ലാതെ എനിക്ക് പരത്തി കൊടുക്കുക. ഉണക്കമീൻ മാത്രം കൂട്ടി ഭക്ഷണം കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഉണക്കമീൻ. അപ്പോൾ ചിലവർക്ക് ഉണക്കമീൻ ഇഷ്ടമല്ല, പച്ചമീനോടാണ് താല്പര്യം. ചിലവർക്ക് ഉണക്കമീൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് പച്ചമീനൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഉണക്കമീൻ പൊരിക്കുന്നത്. പച്ചമീൻ്റെ വണ്ടിയിൽ പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഞാൻ ഈ ഉണക്കമീൻ്റെ മുളകും ലേശം കരിവേപ്പില തൊട്ട് ഒരു ടേസ്റ്റ് ആണ്. അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടുമ്പോൾ ആ ഉണക്കമീൻ ടേസ്റ്റാണ്. ഉണക്കമീൻ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കരിവേപ്പിനൊക്കെ അടിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഉണക്കമീൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഏകദേശം മൂത്ത് വന്നു. ഉണക്കമീൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് മൂക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണക്കമീൻ്റെ. നല്ല മണമൊക്കെ വരുമ്പോൾ ചോറൊക്കെ തന്നെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ് ഉണക്കമീൻ. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ മാറ്റും. അപ്പോഴത്തെ നമ്മൾ തേങ്ങാ സമ്മന്തി ലെവലാക്കാൻ പോകുകയാണ്. ഉണക്കമീനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഉണക്കമീൻ തേങ്ങാ സമ്മന്തി പൂള മുരിങ്ങയൊക്കെ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഞാൻ തേങ്ങാ സമ്മന്തി അരക്കാൻ പോവുകയാണ്. അതൊന്ന് അരച്ച് വരട്ടെ. തേങ്ങാ സമ്മന്തി നമ്മൾ തേങ്ങാ സമ്മന്തി ചെമ്മീൻ ചെറിയുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ഒക്കെ പാടെ ഞാൻ കൂട്ടി അരക്കാൻ പോവുകയാണ്. എല്ലാവരും എന്തെങ്കിലും പറയണം. ഓക്കെ, ഞാൻ മോനിക്ക് ചോറ് കൊടുത്തയക്കുകയാണ്. അതിലേക്ക് ഉണക്കമീൻ പൊരിച്ചത്, പിന്നെ മുരിങ്ങയും പുളി കറി, നല്ല അടിപൊളി തേങ്ങാ സമ്മന്തി. അപ്പോൾ അതിലേക്ക് ആക്കി കൊടുക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റാണ് മക്കളെ, എന്താ ടേസ്റ്റുകളൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കി. നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ പോലെ ബോക്സിൽ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാ സമ്മന്തി, ഒരു തേങ്ങാ സമ്മന്തി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇഷ്ടമാണ് നമുക്ക് തേങ്ങാ സമ്മന്തിയൊക്കെ. അതൊക്കെ എൻ്റെ തേങ്ങാ സമ്മന്തി മതി ഉമ്മ വേറൊന്നും വേണ്ടാണ്ട് പറഞ്ഞതിനോട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് മക്കളെ ഈ തേങ്ങാ സമ്മന്തിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് ലഞ്ച് ബോക്സിലാക്കിയിട്ട് ഒരു കൊടുത്താക്കുകയാണ്. അതുകൊണ്ട് എല്ലാതും കറിയിലൊക്കെ ലെവലായിട്ടുണ്ട്. ഞാനിത് ഇതിലേക്ക് ആക്കി കൊടുക്കാൻ പോകുന്നതാണ്. പാത്രം കറിയാക്കുന്ന പാത്രം. അപ്പോൾ ഇതിലേക്ക് ആക്കി കൊടുക്കുകയാണ്.
കുറേ ആക്കണം എന്നാണ് പറഞ്ഞത്. ഇഷ്ടമൊക്കെ പോയില്ല മുരിങ്ങയും പോയി എന്നാണ് കുറേ ആക്കൊണ്ടും വേണം. അത്യാവശ്യമൊക്കെ ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ കറി വാക്കി വേണ്ട, ഒന്നും കറി വാക്കി കൊണ്ടുവരില്ല. ഈ കറിയൊന്നും വാക്കി കൊണ്ടുവരില്ല. കുമ്പളങ്ങ കറി അങ്ങനെയുള്ളതൊന്നും വാക്കി കൊണ്ടുവരില്ല. എനിക്ക് പറ്റാത്ത കറിയാണെങ്കിൽ ബാക്കി കൊണ്ടുവരും. അപ്പോൾ ചോറും കഴിക്കില്ല. പറ്റുന്ന കറിയാണെങ്കിൽ ചോറൊക്കെ നല്ല കഴിക്കും. അപ്പോൾ അതൊന്നും ആറാൻ വേണ്ടി വെച്ചിട്ടാണ്. ചോറ് കൊടുക്കാൻ അടച്ചിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളം പിരിഞ്ഞ് കൊണ്ടാകും. അപ്പോൾ അതൊന്ന് ആറി വരട്ടെ. ഇതൊക്കെ ഞാൻ ആറിയതാണ് ആക്കിക്കണത്. ഹലോ ഗൈസ്, ഞാൻ ചോറ് കഴിക്കാൻ പോകാണ്. ഉച്ചക്കലത്തെ സ്പെഷ്യലാണ്. അപ്പോൾ അതാ മുരിങ്ങക്കറി, മുരിങ്ങയും പൂളിയും വെച്ച കറിയാണ്. പൂളക്കിഴങ്ങും മുരിങ്ങയും ഉണക്കമാന്തൾ, തേങ്ങാ ചമ്മന്തി.